പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ഉദ്യോഗാർത്ഥികളെ, എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ എന്ന് വരും, എപ്പോൾ വരും, വരുമോ വരത്തില്ലോ എന്നൊക്കെ ഒരുപാട് മുറവിടികൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം 25-26 PSC മീറ്റിംഗും കൂടി, അതിനുശേഷം അറിയിപ്പ് വന്നു. നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ചിലപ്പോൾ അപ്ഡേറ്റ് ആയി കാണത്തില്ല. എന്തായാലും നോട്ടിഫിക്കേഷൻ ഉള്ള നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ആവുകയും ചെയ്യും. അപ്പൊ അപ്ലൈ ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ട്. HSA SS. ഓക്കെ, അപ്പം നമ്മളിവിടെ പരിശോധിക്കുന്നത് നമുക്ക് ജൂൺ 4 വരെയൊക്കെ അപ്ലൈ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. HSA കഴിഞ്ഞ ഒരു ലിസ്റ്റുമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക്, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുമായിട്ട് നമ്മൾ HSA സോഷ്യൽ സയൻസ് എന്നല്ല മറ്റ് സബ്ജക്റ്റുകൾ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ വരുന്ന ഒരു ചെറിയൊരു ഡിഫറൻസ് അല്ലെ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് ഈ EWS എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലായിരുന്നു, അല്ലേ? മീൻസ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇല്ലായിരുന്നു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ ചാനലിൽ തന്നെ അതിന്റെ ഈ റാങ്ക് ലിസ്റ്റിന്റെയും അല്ലെങ്കിൽ നിയമനം നടക്കുന്നതിന്റെയും നിയമന നില എല്ലാം കൂടെ വെച്ചിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പം അതിന്റെ ഒരു പെർസെൻറ്റേജും കൂടെ, അതായത് ഏകദേശം ഒരു 10% അല്ലേ, 10% സീറ്റ് ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷനിലേക്ക് പോകുന്നുണ്ട്. ഈ 10% സീറ്റ് എവിടെ നിന്നാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 50-50% ആണ്, അല്ലേ? 50:50 ആണ്, അല്ലെ? 50% റിസർവ്ഡ് കാറ്റഗറിയിലേക്കും 50% ജനറൽ, അതായത് ജനറൽ കാറ്റഗറി എന്നുള്ളതല്ല വരുന്നത്, റിസർവ്ഡ് അല്ലാത്ത കാറ്റഗറിയിലേക്കും പോകുന്നുണ്ട്. ഓക്കെ, അപ്പം 50% നിന്നും ഈ ഒരു 50% നിന്നാണ്, ഈ 50% എന്തായാലും അത് റിസർവ്ഡ് കാറ്റഗറിയാണ്. അത് റിസർവ്ഡ്, അതിൽ നിന്ന് ആർക്കും കൊടുക്കത്തില്ല. അത് ഏതൊക്കെ റിസർവേഷൻ ആർക്കൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ എക്സാമ്പിൾ OBC മുസ്ലിം എന്ന് പറയുന്നത് 12%, SC ST എന്ന് പറയുന്നത് 6%. ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അത് അവർക്ക് അതേ ലെവലിൽ ആ 50% കൊടുക്കും. ബാക്കിയുള്ള 50% ജനറൽ ഏരിയയിൽ വരുന്നത്. ഇത് എല്ലാവരും, ഇവിടെ കാസ്റ്റോ കമ്മ്യൂണിറ്റിയോ ഒരു സംഭവവും ഇല്ല. പക്ഷെ ഈ ഒരു 50% നിന്നാണ് 10% എന്ന് പറയുന്നത് എവിടേക്ക് പോകുന്നത്? ഈ EWSലേക്ക് പോകുന്നത്. ആ EWSലേക്ക് എങ്ങനെയാണ് 10% പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ 1, 2, 3 എന്നും പറഞ്ഞ് പോകുന്നതിൽ ഇപ്പം 1, 3, 5 എന്ന് പറഞ്ഞ് പോകുന്നതെല്ലാം ഈ 50% എന്ന് പറയുന്ന ജനറൽ സെക്ഷൻ ആണ്. ബാക്കി 2, 4, 6, 8 ആണ് റിസർവ്ഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 2 OBC ഈഴവ, 4 SC അങ്ങനെയാണ് പോകുന്നത്. 1, 3, 5 എല്ലാം ഓപ്പൺ കോമ്പറ്റീഷൻ, അതായത് ജനറൽ അല്ലെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന് പറയുന്നതാണ്. അപ്പൊ ഓപ്പൺ കോമ്പറ്റീഷനിൽ ഒരിക്കലും എന്ത് വരത്തില്ല? ഓപ്പൺ കോമ്പറ്റീഷനിൽ ഒരിക്കലും കമ്മ്യൂണിറ്റി കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പം ആ ഓപ്പൺ കോമ്പറ്റീഷനിലാണ് ഈ 10% എക്കണോമിക്കലി വീക്കർ സെക്ഷനിലേക്ക് പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 1, 2, 3, 4 എന്ന് പറഞ്ഞു പോകുന്ന റാങ്ക് ലിസ്റ്റുകളിൽ, റാങ്കുകളിൽ 6, 7, 8, 9, ഈ 9 വരുന്ന എല്ലാം 9, 19, 29, 39, 49, 59 ഇങ്ങനെ 9 എല്ലാം വരുന്നത് ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷനിലേക്കുള്ള 10%ലേക്കാണ് പോകുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ ചെയ്യാം, നിങ്ങൾ എങ്ങനെ പഠിക്കണം, എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു സംവിധാനം കൂടെ അതിൽ വരുന്നുണ്ട് ഇനി വരുന്ന റാങ്ക് ലിസ്റ്റിൽ. അതും കൂടെ നിങ്ങളത് നോക്കുക. ഓക്കെ, അപ്പം എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരാണ്, അറിയാം. ഓക്കെ, അപ്പൊ ആ പഠനം മുന്നോട്ട് പോട്ടെ. അവസാനം നമുക്ക് 2021 ജൂൺ 2 ആ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. ഓക്കെ, 2021 ഒക്ടോബർ 9 മുതൽ ഡിസംബർ 13 വരെ വ്യത്യസ്ത ജില്ലകളിലായിട്ട് 14 ജില്ലകളിലായിട്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. ആ 14 ജില്ലകളിൽ ഇതുവരെയുള്ള റാങ്ക് ലിസ്റ്റിന്റെ അഡ്വൈസ്, ശുപാർശ എന്ന് പറയുന്നത് 319 ആണ്. 319 വരെയാണ് നിലവില് അഡ്വൈസ് അയച്ചിട്ടുള്ളത്. ആ 319 ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ, എല്ലാ റാങ്ക് ലിസ്റ്റുകളിലും മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ പോകുന്നത്. കാരണം സ്കൂളുകളുടെ കാര്യത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ വരുന്നത് മലപ്പുറമാണ്. മലപ്പുറത്ത് 57 പേരാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ
ഓരോ ജില്ലകളെയും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തിരുവനന്തപുരം ജില്ലകൾ 9/10/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 22 അഡ്വൈസ് പോയിട്ടുണ്ട്. കൊല്ലം 23 അഡ്വൈസ് പോയിട്ടുണ്ട്. പത്തനംതിട്ട 6, ആലപ്പുഴ 21, കോട്ടയം 11, ഇടുക്കി 4, എറണാകുളം 16, തൃശ്ശൂർ 19, പാലക്കാട് 42, മലപ്പുറം 57, കോഴിക്കോട് 33, വയനാട് 8, കണ്ണൂർ 28, കാസർഗോഡ് 29. ആകെ അങ്ങനെ മൊത്തം 319 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. 319 എന്ന് പറയുന്നത് 359 അഡ്വൈസ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കും നമ്മൾ പറഞ്ഞു മലപ്പുറമാണ് 57, പിന്നെ അതിന്റെ തൊട്ട് മുകളിൽ വരുന്ന വലിയ ജില്ലയായിട്ടുള്ള പാലക്കാടിനുമാണ് അഡ്വൈസ് കൂടുതൽ 42, 57. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് HSA. ഏത് HSA വിളിച്ചാലും LP UP ആയിക്കോട്ടെ, ഏത് വിളിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഈ മലപ്പുറവും പാലക്കാടും ഒക്കെ ആണല്ലോ. ഓക്കെ, അത് കഴിഞ്ഞാൽ കോഴിക്കോട് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് കോഴിക്കോട് 33 ആണ് അല്ലെ. കോഴിക്കോട് 33 വരെ എടുത്തിട്ടുണ്ട്. 33 എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ അഡ്വൈസ് പോയിട്ടുണ്ട്. പിന്നെ ബാക്കി കണ്ണൂർ, കാസർഗോഡ് ഇപ്പോൾ ഒരു ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന 2 ജില്ലകളാണല്ലോ കണ്ണൂരും കാസർഗോഡും എന്നുള്ളത്. 28, 29 നമ്മുടെ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു ജില്ലയായ തിരുവനന്തപുരം വളരെ കുറവാണ്, 22, കൊല്ലം 23, പരാപരമാണ്. അതുപോലെ തന്നെ ആലപ്പുഴയും ഒരിക്കലും ഒരു നിയമനവും നടക്കാത്തൊരു ജില്ലയിലെ ആലപ്പുഴയിൽ 21 നടന്നിട്ടുണ്ട്. ഏറ്റവും കുറവ് ഇടുക്കിയുമാണ് നടന്നിരിക്കുന്നത്. നോക്കുക. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഈ അഡ്വൈസ് പോയിരിക്കും നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ കേസസ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട്, എനിക്ക് എന്റെ കഴിവിൽ വിശ്വാസമുണ്ട്, എനിക്ക് എന്നെ തന്നെ വിശ്വാസമുണ്ട്, എന്റെ പഠനത്തിൽ വിശ്വാസമുണ്ട്, എനിക്ക് നല്ല സെൽഫ് കോൺഫിഡൻസ് ആണ്. ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന HSA സോഷ്യൽ സയൻസ് എക്സാമിന് മസ്റ്റായിട്ടും ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ, എന്റെ ഈ കഴിവ് വെച്ചുകൊണ്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് 1ാം റാങ്ക് നേടാൻ പറ്റും. എവിടെയൊന്നില്ല, 1ാം റാങ്കിലേക്ക് ഞാൻ എത്തും, ആ മാർക്കിലേക്ക് ഞാൻ എത്തും എന്ന് വിശ്വാസമുള്ളവർക്ക്, എന്ന് സെൽഫ് കോൺഫിഡൻസ് ഉള്ളവർക്ക്, അങ്ങനെ പഠിക്കാൻ കഴിവുള്ളവർക്ക് തീർച്ചയായും നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്താൽ മതി. നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തത്, ആ സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളോടൊന്ന് കേൾക്കുക. സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന ഈ സാധനം ഇവിടെ ഒന്ന് നോക്കണം. ഞാനിപ്പോ തിരുവനന്തപുരം ജില്ലക്കാരനാണെങ്കിൽ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വീണ്ടും അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഞാൻ മുമ്പ് എത്രയായിരുന്നു കട്ട് ഓഫ്, എനിക്ക് ഇപ്പോൾ അതിൽ നിന്ന് മുമ്പത്തെ കട്ട് ഓഫ് പോലെ ആയിരിക്കത്തില്ലല്ലോ ഇപ്പോഴും, എനിക്ക് എത്ര നേടാൻ പറ്റും, എനിക്ക് എന്നാൽ ആ ജോലി കിട്ടുമോ എന്നൊന്ന് വിശകലനം നടത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ അയക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല കഴിഞ്ഞ വർഷത്തെ പോലെ ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ EWS കാര്യങ്ങളെല്ലാം വന്നതുകൊണ്ട് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിനെ പോലെ ഉള്ളൊരു നിയമനം ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ നടക്കണമെന്നില്ല. ഓക്കെ, ആ ഒരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അല്ലാതെ എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല നിങ്ങൾ ഇന്ന ജില്ലയിൽ കൊണ്ട് അപ്ലൈ ചെയ്യൂ. അത് ആര് പറയുന്നതും ശരിയല്ല. ആര് പറഞ്ഞാലും അത് ശരിയല്ല. നിങ്ങൾ ഇന്ന ജില്ലയിൽ അപ്ലൈ ചെയ്യൂ. മലപ്പുറം ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഉള്ളതല്ലേ. ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ മലപ്പുറം, നിങ്ങൾ തിരുവനന്തപുരം ജില്ലക്കാരൻ അല്ലെങ്കിൽ കൊല്ലം ജില്ലക്കാരനായ ഒരാൾ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലക്കാരനായ ഒരാള് മലപ്പുറത്ത് പോയിട്ട് അപ്ലൈ ചെയ്യുകയാണ്, എന്നിട്ട് അവിടത്തേക്ക് വേണ്ടി പഠിക്കുകയാണ്. നിങ്ങൾ ആ മലപ്പുറത്ത് അപ്ലൈ ചെയ്തിട്ട് മലപ്പുറത്തേക്ക് വേണ്ടി പഠിക്കുന്ന ഒരു പഠനം നിങ്ങളുടെ ആലപ്പുഴ ജില്ലയിൽ കൊണ്ട് പഠിച്ചാൽ നിങ്ങൾ അവിടെ 1ാം റാങ്കിൽ വരും ആലപ്പുഴയിൽ. പക്ഷെ മലപ്പുറത്ത് ചിലപ്പോൾ നിങ്ങൾ 100, 150, 200 അല്ലെങ്കിൽ സപ്ലിയിലും ആയിരിക്കും പോകുന്നത് ആ പഠനം. അതാണ് വ്യത്യാസം. കാരണം അവിടെ ആപ്ലിക്കൻസ് കൂടുതലാണ്. മലപ്പുറത്ത് ആപ്ലിക്കന്റ് കൂടുതലായിരിക്കും, കട്ട് ഓഫ് കയറും, ഭയങ്കര കട്ട് ഓഫ് ആവും. ബട്ട് ആലപ്പുഴയിലാകുമ്പോൾ ആപ്ലിക്കൻസ് വളരെ കുറവായിരിക്കും, കട്ട് ഓഫും കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ മലപ്പുറത്ത് കൊണ്ട് വെച്ചിട്ട് പഠിക്കുന്ന പഠനം അല്ലെങ്കിൽ ആ ലെവൽ ഓഫ് സ്റ്റഡീസ് നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ട് പഠിച്ചോട്. അവിടെ 1ാം റാങ്കിലേക്ക് വരും, ആദ്യം ജോലിയും കിട്ടും. ഈ മലപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ കാത്ത് കിടക്കേണ്ട ആവശ്യം വരത്തില്ല. അതാണ് ഇതിൽ ഏറ്റവും ബേസിക് ആയുള്ള ഫാക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഈ ഏതിലും മറ്റേ HSA മറ്റുള്ള ഏത് സബ്ജക്റ്റ് ആയാലും ഞാൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതും ഇനിയും അങ്ങനെയേ പറയുള്ളൂ. അല്ലാതെ ഇന്ന ജില്ലയിൽ അപ്ലൈ ചെയ്യൂ പെട്ടെന്ന് ജോലി കിട്ടും എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പത്തനംതിട്ട 6 നിയമനം നടന്നിട്ടുള്ള 6 അഡ്വൈസേ പോയിട്ടുള്ള. കാരണം നമുക്കറിയാം എല്ലാ പോസ്റ്റുകളും ഏതൊരു പോസ്റ്റ് വിളിച്ചാലും പത്തനംതിട്ടയിൽ വളരെ കുറവ് നിയമനങ്ങളാണ് നടക്കുന്നത്, സ്വാഭാവികം, അങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, പത്തനംതിട്ടയിലുള്ള ഒരു കുട്ടി, വളരെ അടിപൊളിയായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി, അവര് പോയിട്ട് മലപ്പുറത്ത് പോയി എഴുതി കഴിയുമ്പോഴത്തേക്ക് മലപ്പുറത്ത് പോയി സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു സ്റ്റഡീസ് പത്തനംതിട്ട തന്നെ പഠിച്ചു കഴിഞ്ഞാൽ 1ാം റാങ്കിലേക്ക് വരും ആ കുട്ടി.
അപ്പോൾ ഫസ്റ്റ് ടൈം ജോലി കിട്ടും. പക്ഷെ മലപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാ ജില്ലയിൽ നിന്നും കൂടി വന്ന് മത്സരിക്കുന്നതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കയറിയിട്ട് ആ 1ാം റാങ്ക് എന്നുള്ളത് പത്തനംതിട്ടയിൽ 1ാം റാങ്ക് കിട്ടേണ്ട ഒരാള് മലപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് 50, 60, 100ലേക്ക് മാറും. അത്രയും നാൾ കാത്തു കിടക്കേണ്ടി വരും. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞ സെൽഫ് കോൺഫിഡൻസ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ റിസ്ക് എടുക്കുവാൻ തയ്യാർ വേണം. ഓക്കെ, അങ്ങനെയുള്ളവര് അപ്ലൈ ചെയ്യുക. ഓക്കെ, അതാണ് എനിക്ക് ഈ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം എന്നതിനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് പറയാനുള്ളത്. അല്ല ഇന്ന ജില്ലയിൽ നിങ്ങളെല്ലാം കൂടി അപ്ലൈ ചെയ്യും. പിന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് പഠിക്കണം. ഓക്കെ, നിങ്ങളിപ്പോ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് പഠിച്ച് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി അത് ബെറ്റർ ആവും. കാരണം ഇപ്പം തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഓരോ കമ്മ്യൂണിറ്റിയിലും നിങ്ങളുടെ ഏത് കമ്മ്യൂണിറ്റിയാണെന്ന് മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ എത്രത്തോളം നിയമനം നടന്നു എന്ന് പഠിച്ചതിന് ശേഷം എന്താണ് റൊട്ടേഷൻ എന്ന്, നമ്മുടെ റൊട്ടേഷനെ പറ്റി ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി അടുത്ത വരാൻ പോകുന്നത് ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുമ്പോഴത്തേക്ക് ഏതിലേക്ക് വന്ന് എത്തി നിൽക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിയമനം നടന്നിരിക്കുന്ന ഏതിലാണ്, ഏതുവരെ എടുത്തിട്ടുണ്ട്, എന്റെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആൾക്കാർക്കാണോ ഇനി അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ചാൻസ്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യും. അല്ലാതെ വെറുതെ കയറിയിട്ട് മലപ്പുറം ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ജില്ലയാണെന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ അതിന് കുറെ ഫാക്ട്സുകളുണ്ട് ഈ റൊട്ടേഷന്. ആ റൊട്ടേഷന് അതാണ് പറയുന്നത്, റൊട്ടേഷന്റെ വീഡിയോ ഞാനത് മീൻസ് കാർഡായിട്ട് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, റൊട്ടേഷൻ കിട്ടും. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ അപ്ലൈ ചെയ്യുക. ഓക്കെ, എന്നാലും ഞാൻ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒന്നുകൂടി പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ജില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയതാണോ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അത്രേ ഉള്ളൂ. മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുകയും ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് വരാനുള്ള കാരണം ഏറ്റവും കൂടുതൽ സ്കൂളുകളുണ്ട്, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഓക്കെ, മലപ്പുറത്ത് 57 നടന്നതും തിരുവനന്തപുരത്ത് 22 നടക്കുന്നതും ഒക്കെ സെയിം ആണ് ഏകദേശം. ഒക്കെ അല്ലെങ്കിൽ മലപ്പുറത്ത് 57 നടക്കുന്നതും പത്തനംതിട്ട 6 നടക്കുന്നതും ആലപ്പുഴ 20 നടക്കുന്നതൊക്കെ സെയിം ലെവലാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ അല്ലെങ്കിൽ മാർക്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ. നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് റൊട്ടേഷനൊക്കെ നോക്കിയ ശേഷം വളരെ സാവധാനത്തിൽ മാത്രം എന്ത് ചെയ്യുക, ചാടിക്കേറി അപ്ലൈ ചെയ്യേണ്ട, വളരെ സാവധാനത്തിൽ അപ്ലൈ ചെയ്യുക. ഇവിടെ വയനാട് 8, സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ, വയനാട് കുറവാണ്. പത്തനംതിട്ടയും വളരെ കുറവായിട്ടാണ് നടക്കുന്നത്. പിന്നെ ഇടുക്കി 4 അതും വളരെ കുറവായിട്ട്, കാരണം സ്കൂളുകളുടെ എണ്ണം വളരെ കുറവാണ്. സ്കൂളുകളുടെ എണ്ണം കുറവാണ്. പിന്നെ ഇടുക്കി പോലുള്ള ജില്ലകൾ, അല്ലെങ്കിൽ കോട്ടയം, ഇടുക്കി, കോട്ടയം, എറണാകുളം ഇങ്ങനെയുള്ള ജില്ലകൾ മധ്യ കേരളത്തിലായതുകൊണ്ട് തന്നെ അവിടെ ഗവൺമെന്റ് സ്കൂളുകൾ ഉണ്ടെങ്കിലും എണ്ണം കുറവാണ്. അവിടെ കൂടുതൽ മാനേജ്മെന്റ് സ്കൂളുകളാണ് കൂടുതലായിട്ട് വരുന്നത്, അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളാണ്. പല കമ്മ്യൂണിറ്റിയുടെ മാനേജ്മെന്റ് സ്കൂളുകൾ ധാരാളമായിട്ടുള്ളത് കൊണ്ട് അവിടെയൊക്കെ ഗവൺമെന്റ് സ്കൂളുകൾ എണ്ണത്തിൽ കൂടുതലാണെങ്കിൽ ഡിവിഷനുകൾ കുറവായിരിക്കും, അപ്പോൾ വേക്കൻസികളും കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ച്, ഞാൻ ഒന്നും കൂടി ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് ഇതിന്റെ, ഞാൻ ആ റൊട്ടേഷൻ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തു തരാം. എന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾ ആരും കേൾക്കണ്ട, നിങ്ങൾ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കുക, ഇതേപോലെ തിങ്ക് ചെയ്യുക, റൊട്ടേഷൻ കാണുക, ചിന്തിക്കുക, നോക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് പഠിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ അതിന്റെ കൂടെ പറയാനുള്ള, നിങ്ങൾ കൂട്ടുകാരിലേക്ക്, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. പഠിക്കേണ്ട കാര്യത്തെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളത്. HSIക്ക് പഠിക്കുമ്പോഴത്തേക്ക്, HSIക്ക് പഠിക്കുമ്പോൾ 2 പാർട്സ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പാർട്ട് ജനറൽ, സെക്കൻഡ് പാർട്ട് നിങ്ങളുടെ സബ്ജക്ട്. ആ ഫസ്റ്റ് പാർട്ട് നിങ്ങളുടെ സബ്ജക്ട് പാർട്സിൽ നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് കൊടുക്കുന്നോ അതിന്റെ ഡബിൾ ആയിട്ട് നിങ്ങളുടെ ഫസ്റ്റ് പാർട്ടിന് ഇമ്പോർട്ടന്റ് കൊടുക്കണം. കാരണം എപ്പോഴും റാങ്ക് നിശ്ചയിക്കപ്പെടുന്നത് നിങ്ങളുടെ ജനറൽ ഏരിയയാണ്. ജനറൽ ഏരിയയിൽ എത്ര മാർക്ക്, അതായത് സബ്ജക്ട് പാർട്ട് എല്ലാവരും ഏകദേശം ഒരു പരാപരമായ ആവറേജ് മാർക്ക് എല്ലാവരും വാങ്ങിച്ചിരിക്കും. ബട്ട് ജനറൽ ഏരിയയിലാണ് ഈ ടീച്ചേഴ്സ് മാർക്ക് കുറയുന്നത്. അപ്പൊ എപ്പോഴും റാങ്ക് നിശ്ചയിക്കപ്പെടുന്നത് ജനറൽ ഏരിയ തന്നെയാണ്. അപ്പൊ ജനറൽ ഏരിയ നല്ല മുൻതൂക്കം കൊടുത്ത് പഠിക്കുകയും വേണം. ഓക്കെ, ഇനി ഒരു കാര്യം പറയാനുള്ള, നമുക്ക് SS-ന്റെ ബാച്ച് സ്റ്റാർട്ട് ആയിട്ടില്ല. ബാക്കിയുള്ള ജനറൽ ബാച്ച്, HSIയുടെ ജനറൽ ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 499 ആണ്. അതുപോലെ തന്നെ LPUP ലോങ് ടേം ഉണ്ട്, HSI നാച്ചുറൽ സയൻസ് ഉണ്ട്. അതുപോലെ തന്നെ KVS, NVS ഇങ്ങനെയുള്ള കോഴ്സുകൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സീറ്റിന്റെ കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ RRB ടീച്ചറിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർ, RRB ടീച്ചർ അതിന്റെ കോഴ്സും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിന്റെ കോഴ്സ് ഫീ 599 ആണ് RRB. ഓക്കെ, ജനറൽ ബാച്ച്, HSI ജനറൽ ബാച്ചിന്റെ 499 ആണ്. LPUP ലോങ് ടേം 299 ആണ്, അത് ഫ്രീ ബാച്ച് ആണ്. ഓക്കെ, അഡ്മിഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. HSI സോഷ്യൽ സയൻസിന്റെ ബാച്ച് സ്റ്റാർട്ട് ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, കമന്റ് സെക്ഷനിലൂടെ സംശയം ചോദിക്കുക, വിളിച്ചു ചോദിക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഒരു വീഡിയോ കൂടി ഇതിനെ അധികരിച്ച് ചെയ്യുന്നതായിരിക്കും. അത് കണ്ടിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ,
ഇതുവരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്. വന്ദേ മാതരം.